2026 മാർച്ച് 2 സിറാജ് എഡിറ്റോറിയൽ. ഖാംനെയിയുടെ വധവും ഇറാന്റെ ഭാവിയും. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ തകർക്കുകയാണ് യുദ്ധലക്ഷ്യമെന്നാണ് അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടിന്റെ അവകാശവാദമെങ്കിലും ഭരണമാറ്റമായിരുന്നു അവരുടെ യഥാർത്ഥ അജണ്ട. അതിന്റെ ആദ്യപടിയാണ് ആയത്തുള്ള ഖാംനെയിയുടെ വധം. ഇനി നിങ്ങളുടെ രാജ്യത്തിന്റെ ഭരണം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക എന്നതായിരുന്നു ഖാംനെയിയുടെ മരണം സ്ഥിരീകരിച്ച ഉടനെ ഇറാൻ ജനതയോട് ട്രംപിന്റെ ആഹ്വാനം. ഇറാന്റെ ഭാവി സ്വന്തം കൈകളിലെടുക്കാൻ ജനങ്ങൾക്ക് ഞങ്ങൾ സാഹചര്യം ഒരുക്കിയിരിക്കുന്നുവെന്ന് നെതന്യാഹുവും പ്രതികരിച്ചു. 1979 വിപ്ലവത്തിനു ശേഷം അമേരിക്കയിൽ അഭയം തേടിയ റസ പഹ്ലവിയെ ഇറാനിലെത്തിച്ച് പാവഭരണകൂടം സ്ഥാപിക്കുകയാണ് അമേരിക്കൻ പദ്ധതി. വിപ്ലവത്തിന് തൊട്ടു മുമ്പ് ഇറാൻ ഭരിച്ചിരുന്ന ഷാ പഹ്ലവിയുടെ മകനാണ് റസ പഹ്ലവി. ഇറാനിലെ യുവതയിൽ ഒരു വിഭാഗം ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്നത് തങ്ങളുടെ പദ്ധതിക്ക് അനുകൂല ഘടകമായി അമേരിക്ക വിലയിരുത്തുന്നു. എന്നാൽ അമേരിക്ക കിനാവ് കാണുന്നത് പോലെയുള്ള ഒരു ഭരണത്തിലേക്ക് ഇറാൻ പെട്ടെന്ന് മാറാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. രാജ്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റും പ്രസിഡന്റുമുണ്ടെങ്കിലും രാജ്യത്തിന്റെ യഥാർത്ഥ നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC എന്ന സൈനിക വിഭാഗത്തിന്റെ കൈകളിലാണ്. ഒരു സാധാരണ സൈനിക ശക്തിയല്ല IRGC. സുരക്ഷ, ഇന്റലിജൻസ്, മിസൈൽ പരിപാടികൾ തുടങ്ങിയ മേഖലകൾക്ക് പുറമെ സാമ്പത്തിക രംഗത്ത് വരെ ശക്തമായ സ്വാധീനമുണ്ട് IRGCക്ക്. യുദ്ധഭൂമിയിലെ താൽക്കാലിക വിജയം കൊണ്ട് മാത്രം ട്രംപിനോ നെതന്യാഹുവിനോ ഇതിനെ നിർവീര്യമാക്കുക സാധ്യമല്ല. ഇറാന്റെ ഭരണഘടനാപരവും സാമ്പത്തികവുമായ പാളികളെ തകർത്ത് കൈവരിക്കേണ്ട ഈ ലക്ഷ്യം ദീർഘകാലാടിസ്ഥാനത്തിലേ സാധ്യമാകൂ. ഭരണകൂടത്തോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം രാജ്യത്തുണ്ടെങ്കിലും ബാഹ്യശക്തി ഭരണമാറ്റത്തിന് ശ്രമിക്കുമ്പോൾ അത് ജനകീയവും ദേശീയവുമായ എതിർപ്പിന് വഴിവെച്ചേക്കാം. നിലവിലെ ഭരണകൂടത്തെ വിമർശിക്കുന്നവർ പോലും അത്തരമൊരു ഘട്ടത്തിൽ ഭരണകൂടത്തിന് പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്ന അനുഭവങ്ങൾ മുന്നിലുണ്ട്. ചിലപ്പോൾ നിലവിലുള്ള ഭരണകൂടത്തിന് കൂടുതൽ ശക്തിയാർജിക്കാനുള്ള അവസരമായി തീരാറുണ്ട് ബാഹ്യശക്തികൾ നടത്തുന്ന ഭരണ അട്ടിമറികൾ. ഖാംനെയിക്കു ശേഷം ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന പരമോന്നത നേതാവിന്റെ കഴിവിനെയും പ്രാഗൽഭ്യത്തെയും ആശ്രയിച്ചായിരിക്കും ഇറാന്റെ ഭാവി. നേരത്തെ ഖാംനെയിയുടെ പിൻഗാമിയായി കരുതപ്പെട്ടിരുന്ന ഇബ്രാഹിം റെയ്സിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖാംനെയിയുടെ മകൻ മുജ്തബ ഖാംനെയിയുടെ പേരാണ് ഉയർന്നുവരുന്നത്. ഭരണരംഗത്ത് സുപ്രധാന പദവികളൊന്നും വഹിച്ചിട്ടില്ലെങ്കിലും കഴിവും ആർജവുമുള്ള വ്യക്തിത്വമാണ് മുജ്തബ ഖാംനെയിയുടേത്. സുപ്രീം ലീഡറുടെ പരമോന്നത നേതാവ് ഓഫീസ് നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹം ആയിരുന്നു. ഇറാന്റെ ആഭ്യന്തര വിദേശ നയങ്ങളിലും മുജ്തബ ഖാംനെയിക്ക് വലിയ സ്വാധീനമുണ്ട്. ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമായും സുരക്ഷാ ഏജൻസികളുമായും അടുത്ത ബന്ധമാണ്. ഇടക്കാലത്ത് ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടാൽ ഇറാൻ പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിലിലെ ഒരു നിയമജ്ഞൻ എന്നിവർ ചേർന്ന് ഭരണനിയന്ത്രണം ഏറ്റെടുക്കണമെന്നാണ് വ്യവസ്ഥ. പിന്നീട് 88 അംഗ സമിതി ചേർന്ന് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കും. ഈ തിരഞ്ഞെടുപ്പിൽ സൈന്യത്തിന്റെ താൽപര്യം മുഖ്യമാണ്. മുജ്തബക്ക് സൈന്യത്തിൽ വലിയ സ്വാധീനമുണ്ട്. 1980കളിലെ ഇറാഖ് യുദ്ധത്തിൽ സൈനികനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ സൈനിക ബന്ധങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഇത് അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. അതേസമയം രാജഭരണത്തിനെതിരെ രൂപം കൊണ്ട ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണത്തിൽ പിന്തുടർച്ചയ്ക്ക് എതിരാണ്. മാത്രമല്ല തന്റെ മരണശേഷം നേതൃസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടാവുന്ന 4 പേരുടെ പട്ടിക ആയത്തുള്ള ഖാംനെയി തയ്യാറാക്കിയതായും ഇതിൽ മുജ്തബയുടെ പേരില്ലെന്നും റിപ്പോർട്ടുണ്ട്. അതിനിടെ ഖാംനെയി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇറാനിൽ സംഭവിക്കാനിരിക്കുന്ന ഭരണമാറ്റത്തെക്കുറിച്ച് CIA തയ്യാറാക്കിയതായി പറയപ്പെടുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്.
ഖാംനെയ്ക്കു ശേഷം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ തീവ്ര നിലപാടുള്ള സൈനിക മേധാവികൾ രാജ്യം പിടിച്ചടക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സൈനിക നേതൃത്വം അധികാരം ഏറ്റെടുത്താൽ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിലുപരി സൈനിക പ്രത്യാക്രമണത്തിന് മുൻതൂക്കം കൽപ്പിക്കുന്നവരാണ് സൈനിക മേധാവികൾ. ട്രംപ് അതീവ ഗൗരവത്തോടെയാണ് ഈ റിപ്പോർട്ടിനെ കാണുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടുതൽ വെല്ലുവിളിയാകും സൈനിക ഭരണം. ആര് അധികാരത്തിൽ വന്നാലും പാവ ഭരണകൂടമെന്ന അമേരിക്കയുടെ സ്വപ്നം പെട്ടെന്ന് പൂവണിയാൻ സാധ്യതയില്ല. ഷീയി സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ മതപരമായ ഭരണകൂടമായിരിക്കും തുടർന്നും ഇറാനെ നയിക്കുക. എങ്കിലും നിലവിലെ ഭരണ വ്യവസ്ഥയോട് അതൃപ്തിയുള്ള ഒരു സമൂഹം വളർന്നു വരുന്ന സാഹചര്യത്തിൽ നയങ്ങളിൽ കാതലായ മാറ്റം വരുത്താൻ ഭരണകൂടം നിർബന്ധിതമായേക്കും.